നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഫ്രാൻസും കൈകോർക്കുന്നു. ഇനി ഇന്ത്യ കാണാൻ പോകുന്നത് വലിയ മാറ്റങ്ങളാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഫ്രാൻസിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയിരിക്കുകയാണ്. ഫ്രഞ്ച് സാമ്പത്തിക, ധനകാര്യ, വ്യാവസായിക, ഡിജിറ്റൽ പരമാധികാര മന്ത്രി എറിക് ലോംബാർഡുമായുള്ള ഗോയലിൻ്റെ ഫലപ്രദമായ കൂടിക്കാഴ്ചയായിരുന്നു സന്ദർശനത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിൽ ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ്. പുനരുപയോഗ ഊർജം, ഓട്ടോമൊബൈൽ നിർമ്മാണം, ഇലക്ട്രിക് വാഹനങ്ങൾ, ഉപയോക്തൃ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നവീകരണത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കുമുള്ള പങ്കിട്ട പ്രതിബദ്ധത ചർച്ചകൾ അടിവരയിട്ടു. നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ FTA ചർച്ചകളിലെ പുരോഗതിയുടെ അവലോകനമായിരുന്നു ഒരു പ്രധാന അജണ്ട. വർഷാവസാന സമയപരിധിക്ക് മുമ്പ് FTA അന്തിമമാക്കാൻ കഴിയുമെന്ന് ഗോയൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. പാരീസിലെ താമസത്തിനിടെ ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനങ്ങളിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി EDF എനർജി, റെനോ ഗ്രൂപ്പ്, ലോറിയൽ ഗ്രൂപ്പ്, ടോട്ടൽ എനർജീസ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഫ്രഞ്ച് കമ്പനികളുടെ ഉന്നത നേതൃത്വവുമായി ഗോയൽ ഇടപെട്ടു എന്നതാണ്. ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൗണ്ട് ടേബിൾ, ഇന്ത്യ ഫ്രാൻസ് CEO ഫോറം തുടങ്ങിയ ഉന്നതതല ബിസിനസ് ഫോറങ്ങൾ ഈ സന്ദർശനത്തിൽ പങ്കെടുത്തു. ഇത് ഇരു രാജ്യങ്ങളിലെയും വ്യാവസായിക നേതാക്കൾക്കിടയിൽ നേരിട്ടുള്ള സംഭാഷണം വളർത്തിയെന്നതാണ്. കൂടാതെ OECD മന്ത്രിതല കൗൺസിൽ യോഗത്തിൽ മാർജിനുകളിൽ WTO മന്ത്രിമാരുടെ അനൗപചാരിക സമ്മേളനത്തിൽ ഗോയൽ പങ്കെടുത്തു. അവിടെ കൃഷി, മത്സ്യബന്ധനം, നിക്ഷേപ സൗകര്യം, WTOയുടെ തർക്ക പരിഹാര സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ബഹുമുഖ വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയെന്നതാണ്. യുണൈറ്റഡ് കിങ്ഡം, സിംഗപ്പൂർ, സൗദി അറേബ്യ, ഇസ്രായേൽ, നൈജീരിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലെ എതിരാളികളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തി. ഇന്ത്യയുടെ തന്ത്രപരമായ സാമ്പത്തിക സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ത്യ EU FTA ചർച്ചകൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. ഉഭയകക്ഷി ബഹുമുഖ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ആഗോള വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഒരു പ്രധാന പങ്കാളിയായി സ്വയം സ്ഥാപിക്കുന്നതിലും ഇന്ത്യ സ്വീകരിക്കുന്ന മുൻകൈയെടുക്കുന്ന സമീപനത്തെയാണ് ഗോയലിൻ്റെ ഫ്രാൻസിലെ ഇടപെടലുകൾ പ്രതിഫലിപ്പിക്കുന്നത്. ഫ്രാൻസിലെ ഇടപെടലുകൾക്ക് ശേഷം മന്ത്രി തൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ അടുത്ത ഘട്ടത്തിനായി ഇറ്റലിയിലേക്ക് പോകാനുള്ള പദ്ധതിയിലാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.